ഇന്ന് ഏറ്റവും കൂടുതൽ ഏതൊരു സമൂഹത്തെ അദ്ദേഹം നിന്ദിച്ചുവോ ആ ഒരു സമൂഹത്തിന് വാരിക്കോരി സംവരണം നൽകിയ ആന്ധ്രാപ്രദേശിലുള്ള TDP ഗവൺമെന്റ് അടക്കമുള്ള മറ്റെല്ലാവരുടെയും അവരെ ഊന്നുവടിയാക്കിക്കൊണ്ടേ ഇന്ന് അയാൾക്ക് ഭരണക്കസേരയിൽ ഇരിക്കാനോ നിവർന്നു നിൽക്കുവാനോ പോലും സാധിക്കുകയുള്ളൂ. ഒരു സമൂഹത്തെ ഈ രാജ്യത്ത് നിന്ന് നശിപ്പിച്ചേ അടങ്ങൂ എന്ന വീരവാദം മുഴക്കിയ ഏകാധിപതി ചമഞ്ഞ ഒരു ഭരണാധികാരിക്ക് ഇന്ന് ഞാൻ ഈ എണ്ണിപ്പറഞ്ഞിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൊടുത്തേ നിൽക്കൂ, ഞങ്ങൾ അത് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അവരാകുന്ന ഊന്നുവടികളെ ഈ ഭരണാധികാരിക്ക് രണ്ട് കക്ഷത്തും ഇറുക്കിക്കൊണ്ടല്ലാതെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ഇതെന്തുകൊണ്ടുണ്ടായതാണ്? ഇന്ത്യ രാജ്യം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും ജൈനനും എല്ലാവരും തോളോട് തോളുരുമി ഇന്ത്യയായി നിലനിൽക്കണം, ഇവിടെ വർഗീയത ഉണ്ടായിക്കൂടാ, വിദ്വേഷം ഉണ്ടായിക്കൂടാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാടോടി നടന്ന് പണിയെടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഈ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ വിചാരിച്ചത്ര ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ സ്തുതിക്കുക. ഇത് നിലനിൽക്കണം.